നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഗാന്ധി ആൻഡ് പോയട്രി ബൈ കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ ഒരു മലയാളം റൈറ്ററാണ്. ഒരു ലിറ്ററി ക്രിട്ടിക്കും ട്രാൻസ്ലേറ്ററും എഡിറ്ററും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പോയിട്രി എന്ന് പറയുന്നത് ഫേമസ് ഫോർ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച്, ഹ്യൂമനിസത്തിനെ കുറിച്ച്, പൊളിറ്റിക്കൽ അവയർനെസ് ഒക്കെ ചെയ്യുന്ന ഒരു പോംസ്, അങ്ങനെയുള്ള വർക്ക്സാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ലാംഗ്വേജ് വളരെ സിമ്പിളാണ്. ആൻഡ് മെനി ഓഫ് ഹിസ് പോംസ് എന്ന് വെച്ചാൽ സോഷ്യൽ ഇൻഇക്വാളിറ്റീസിനെ കുറിച്ച്, ഒപ്രഷനെ കുറിച്ചും, ലിറ്ററേച്ചറിൻ്റെ റോൾ എന്താണ് സൊസൈറ്റി, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് 5 സൂര്യൻ, 5 സൺസ് ഉണ്ട്. പിന്നെ വൈൽ ഐ റൈറ്റ് എന്നുള്ളൊരു വർക്കുണ്ട്. സമ്മർ റെയിൻ. ഓക്കെ. പിന്നെ അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വേൾഡ് ലിറ്ററി ബുക്സിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോട്ട് ഇദ്ദേഹം ആക്കിയിട്ടുണ്ട്. ഗാന്ധി ആൻഡ് പോയട്രി എന്ന് പറയുന്നത് ഇതൊരു അലിഗോറിക്കൽ പോവമാണ്. എന്ന് വെച്ചാൽ ഒരു പോയറ്റ് ഇമാജിൻസ് എ മീറ്റിംഗ് ബിറ്റ്വീൻ പോയട്രി ആൻഡ് മഹാത്മാഗാന്ധി. അതായത് പോയട്രിയും മഹാത്മാഗാന്ധിയും തമ്മിലുള്ളൊരു മീറ്റിംഗ്, അതൊരു പോയറ്റ് ഇമാജിൻ ചെയ്യുവാണ്. ഒരു കവിതയും, അതായത് മഹാത്മാഗാന്ധിയെ കവിത കണ്ടു കഴിഞ്ഞാൽ, കവിത എന്ന് പറയുന്നത് ഇവിടെ ഒരു വിസിറ്ററായിട്ട് പേഴ്സോണിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കവിതയും മഹാത്മാഗാന്ധിയും തമ്മിലുള്ളൊരു മീറ്റിംഗ്, അത് ഒരു പോയറ്റ് എങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ ആ പോയത്തിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, വാട്ട് ഷുഡ് പോയട്രി ഡു? അപ്പം അതായത് ബ്യൂട്ടിഫുള്ളായിട്ടും ഓർണമെൻ്റലായിട്ടും നിൽക്കണോ, അതോ ഓർഡിനറി പീപ്പിളിൻ്റെ സ്ട്രഗിൾസിൻ്റെ ഭാഗമായിട്ട് ഒരു കവിത മാറണോ? അപ്പോൾ ഗാന്ധിയുടെ അഡ്വൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സച്ചിദാനന്ദൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, പോയട്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലീറ്റ് ലാംഗ്വേജ്, അതായത് ഭയങ്കര ലാംഗ്വേജിൽ നിന്നുമൊക്കെ മാറി എന്ത് ചെയ്യണം, സാധാരണക്കാരായുള്ള വർക്കേഴ്സിൻ്റെയും പെസൻസിൻ്റെയും പൂവറായിട്ടുള്ള ആളുകളുടെയും ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കവിത നിൽക്കണം. ഇതാണ് ഗാന്ധിയുടെ അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഗാന്ധിയുടെ ഐഡിയൽസിനെയാണ് പറയുന്നത്. സിംപ്ലിസിറ്റി, ലേബർ, മാനുവൽ ലേബർ, ഇക്വാളിറ്റി, സർവീസ്, ട്രൂത്ത്, പീപ്പിൾസ് ലാംഗ്വേജ്, ഇങ്ങനെയുള്ള ഗാന്ധിയൻ ഐഡിയൽസിനെയാണ് ഈ പോം റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സമ്മറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ തിന്നായിട്ടുള്ളൊരു ഹമ്പിൾ പോം, ഒരു കവിത ഗാന്ധിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. ടു മീറ്റ് ഹിം. ഗാന്ധി സ്പിന്നിങ് വീലിൽ ത്രെഡ് സ്പിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ബിസി ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം ഗാന്ധി എന്ത് ചെയ്യാണ്, ഈ കവിതയെ ഇഗ്നോർ ചെയ്യുന്നു. ബിക്കോസ് അതൊരു ഡിവോഷണൽ സോങ്ങോ അല്ലെങ്കിൽ ഭജനോ ഒന്നും അല്ലാത്തതുകൊണ്ട്. പൊളൈറ്റ്ലി ഈ കവിത എന്ത് ചെയ്യാണ്, ഗാന്ധിയുടെ അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്യുന്നു. ഗാന്ധി ചോദിക്കുവാണ്, മാനുവൽ ലേബറിനെ കുറിച്ചോ പോവേർട്ടിയെ കുറിച്ചോ ഒക്കെ വല്ലതും അറിയാവോ? കവിതയെടുത്ത് ആര് ചോദിക്കുന്നു? ഗാന്ധി ചോദിക്കുന്നു. കവിത എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലിറ്ററലി കവിത തന്നെയാണ്, പോവമാണ് കേട്ടോ. അപ്പോൾ പോവം റിപ്ലൈ ചെയ്യുന്നു, ഇല്ല, ഞാൻ സാധാരണ ആളുകളുടെ ഇടയിലാണ് ബോൺ ചെയ്തത്. ഒരു ഹണ്ടർ ആൻഡ് ഫിഷർമാൻ്റെ ഇടയിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ അത് വർക്കായില്ല. എന്നിട്ട് പിന്നീട് ഞാൻ എന്ത് ചെയ്തു, റോയൽ കോർട്സിൽ പോയി. പക്ഷേ ഇപ്പോൾ എന്നെ എല്ലാവരും ഫൊർഗോട്ടൺ ചെയ്തു എന്നാണ് പറയുന്നത്. ഗാന്ധി ഈ ഒരു ഓണസ്റ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് പോയത്തിനെ അഡ്വൈസ് ചെയ്യുകയാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യരുത്, ഓർഡിനറി ഫാമേഴ്സിൻ്റെ ലാംഗ്വേജിൽ വേണം നീ എപ്പോഴും കവിതയായിട്ട് സ്റ്റേ ചെയ്യാനെന്ന് പറയുന്നു. അങ്ങനെ ഈ അഡ്വൈസ് ഫോളോ ചെയ്യുന്നു കവിത. എന്നിട്ട് എന്ത് ചെയ്യുവാണ്, ഫീൽഡിൽ പോയി ഫാമേഴ്സിൻ്റെ അടുത്ത് പോയി ഇരിക്കുവാണ്. അതായത് ഈ കവിത ഒരു ഗ്രെയിനായിട്ട്, GRAIN ഗ്രെയിനായിട്ട് എവിടെ പോവുകയാണ്, ഫീൽഡിൽ പോയി വെയിറ്റ് ചെയ്യുകയാണ്. ആർക്ക് വേണ്ടി? ഫാമേഴ്സ് ആ ഒരു ഗ്രെയിൻ എടുത്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കവിത അതിൻ്റെ രൂപത്തിൽ പോയി ഒരു ഫീൽഡിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഈ എൻഡിങ് സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പോയട്രി യൂസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ആയിരിക്കണം. സാധാരണ ആളുകളുടെ ജീവിതത്തിനെ കുറിച്ച് പറയുന്ന രീതിയിലായിരിക്കണം കവിത നമ്മൾ എഴുതേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി, ഒരു ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് ലൈനകത്ത് പറയുന്നത്, പോവം ഒരു ക്യാരക്ടറായിട്ട് ഗാന്ധിജിയുടെ ആശ്രമത്തിൽ പോവാണ്. ലീൻ പോവം എന്നാണ് പറയുന്നത്. വളരെ മെലിഞ്ഞ പോവം എന്ന് വെച്ചാൽ ഒരു വിസിറ്ററിൻ്റെ രൂപത്തിൽ കവിത പോവാണ്, ചെറിയൊരു കവിത. അപ്പോൾ പോയം ഇറ്റ് സെൽഫ് ബിക്കംസ് എ ക്യാരക്ടർ ഹിയർ. അപ്പോൾ ലീൻ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിത പോവാണ്. ആരെ കാണാൻ? ഗാന്ധിജിയുടെ ആശ്രമത്തിൽ പോവാണ്. എന്ന് വെച്ചാൽ വിസ്റ്റം ചോദിക്കാൻ വേണ്ടി, അതായത് വിസ്റ്റത്തിന് വേണ്ടി പോവാണ്. സെക്കൻഡ് ലൈനകത്ത് ഇവിടെ പറയുകയാണ്, ഗാന്ധിയെ കാണാൻ വേണ്ടി, ഗാന്ധിയുടെ ഒരു ഗ്ലിംസ് കിട്ടാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഗാന്ധി ജസ്റ്റ് ഒന്ന് കാണണം. അപ്പോൾ ഗാന്ധിയെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡിനറി ഹ്യൂമൻ ബീയിങ് ആയിട്ട് പറഞ്ഞേക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ഗാന്ധി എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണ്, സ്പിന്നിങ് വീലിൽ ചർക്ക വെച്ചിട്ട് സ്പിന്നിങ് വീലിൽ കോട്ടൺ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സ്പിന്നിങ് വീൽ എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഗാന്ധിജി സ്പിന്നിങ് വീൽ വെച്ചിട്ട് സ്വയം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക്, സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ്, ഇതൊക്കെയാണ് ആ സ്പിന്നിങ് വീൽ കാണിക്കുന്നത്. അപ്പോൾ ഗാന്ധി ഫോക്കസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്.
അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്, ആക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ വേർഡ്സിനല്ല. വേറെ അതായത് ഈ കവിത വന്ന് സംസാരിക്കുന്നതൊന്നും ഗാന്ധി മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സമയത്ത് അപ്പം എന്താണ്, അതൊരു ഡിവോഷണൽ സോങ്ങോ ഒന്നും അല്ലല്ലോ, ഭജനോ ഒന്നും അല്ലല്ലോ കവിതയെ മൈൻഡ് ചെയ്യാൻ. അപ്പോൾ പോയത്തിന് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയുടെ മുമ്പിൽ ഇൻഫീരിയർ ആയിട്ടൊരു കോംപ്ലക്സ് തോന്നി. കാരണം ഡിവോഷണൽ സോങ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഗാന്ധി ആരെ മൈൻഡ് ചെയ്യുന്നില്ല, കവിതയെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പോവം എന്ത് ചെയ്തു, ത്രോട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് സൗണ്ട് കേൾപ്പിച്ചു. ആൻഡ് ഗാന്ധി ആ സമയത്ത് എന്താണ്, ഈ നമ്മുടെ കവിതയെ നോക്കി. അപ്പോൾ ഗാന്ധി ചോദിക്കുവാണ്, ഈ എപ്പോഴെങ്കിലും നീ ത്രെഡ് സ്പിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണെന്ന് വെച്ചാൽ ഈ സ്പിന്നിങ് വീല് യൂസ് ചെയ്തിട്ടുണ്ടോ, അതായത് തന്നെത്താനെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ, പ്രൊഡക്റ്റീവായിട്ടുള്ള ലേബറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ഗാന്ധി കവിത എടുത്ത് ചോദിക്കുന്നു. അല്ലെങ്കിൽ സ്കാവഞ്ചറിൻ്റെ കാർട്ട് വലിച്ചിട്ടുണ്ടോ, അതായത് മാനുവൽ സ്കാവഞ്ചേഴ്സ് ഉണ്ടല്ലോ, അവരുടെ വണ്ടി വലിച്ചിട്ടുണ്ടോ, നീ പുള്ളി ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എല്ലാ ഏതെങ്കിലും ഒരു ലേബറിലെങ്കിലും നീ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ്. അല്ലെങ്കിൽ എന്താണ്, രാവിലെ കിച്ചണിൽ പോയി ആ ഒരു ചൂടത്ത് അല്ലെങ്കിൽ ആ പുകയിൽ നീ പോയി നിന്നിട്ടുണ്ടോ എന്നുവെച്ചാൽ ഓർഡിനറി ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ കുറിച്ച്, എസ്പെഷ്യലി സ്ത്രീകളെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിക്കുന്നു. എപ്പോഴെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ എന്നും ആര് ചോദിക്കുവാണ്, കവിതയെടുത്ത് നമ്മുടെ ഗാന്ധി ചോദിക്കുവാണ്. എന്നുവെച്ചാൽ സഫറിങ്ങിനെ കുറിച്ച് അറിയാമോ, ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് അറിയാമോ. അപ്പോൾ പോയം റിപ്ലൈ ചെയ്യുന്നു, എൻ്റെ ഒറിജിൻ വളരെ ഹമ്പിളാണ്. ഞാനൊരു വേടൻ്റെ, അതായത് ഹണ്ടറിൻ്റെ, ഒരു നായാടിയുടെ വായിൽ നിന്നാണ് ഞാൻ ജനിച്ചത് എന്ന് വെച്ചാൽ കവിതയുടെ ഒറിജിനെ കുറിച്ച് പറയുവാണ്. എന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് ഫോം ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഈ നാടോടി കഥകളിൽ നിന്നും ഈ നാടോടികളുടെ വായിൽ നിന്നും ഒക്കെയാണ്, അല്ലെങ്കിൽ നാടോടികളാണ് ഏർലിയസ്റ്റ് ആയിട്ടുള്ള പോംസ് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ പാടിയിട്ടുള്ളത്. പിന്നീട് എന്നെ ഒരു ഫിഷർമാൻ എന്നെ എന്ത് ചെയ്തു, ഒരു കോട്ടേജിൽ കൊണ്ടുവന്നു എന്ന് വെച്ചാൽ കവിത പറയുവാണ്. അതായത് കവിതയുടെ ഒറിജിൻ എന്ന് പറയുന്നത് വളരെ ഹമ്പിളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്ന് പറയുവാണ്. പക്ഷേ എനിക്ക് വേറെ ജോലിയൊന്നും അറിയത്തില്ല, എനിക്ക് പാടാനേ അറിയത്തുള്ളൂ എന്ന് പറയുന്നു. പിന്നെ കവിത പറയുവാണ്, പിന്നീട് ഞാൻ റോയൽ കോർട്ടിലൊക്കെ എൻ്റർ ചെയ്തു. എന്നുവെച്ചാൽ പിന്നീട് ഞാൻ രാജാവിന് വേണ്ടി പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി. പിന്നെന്തായി മാറി, ഞാൻ ഭയങ്കര ഹാൻഡ്സമായിട്ട് മാറി, എന്നുവെച്ചാൽ വെൽത്ത് ആൻഡ് പ്രസ്റ്റീജിയസ് ആയിട്ട് മാറി. പക്ഷേ ഇപ്പം ഞാൻ സ്ട്രീറ്റ്സിലാണ്, തെരുവിലാണ്, ഞാനിപ്പോൾ പട്ടിണിയിലുമാണ്, പകുതി പട്ടിണിയിലാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ മോഡേൺ പോയട്രി, ഇപ്പോഴത്തെ കവിതകളെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പ്രിവിലേജ്ഡ് പൊസിഷൻ അതിന് നഷ്ടമായി. സോ ഇപ്പോൾ അത് കടന്ന് സ്ട്രഗിൾ ചെയ്യുവാണ്, എന്നെ ആരും തിരിച്ചറിയുന്നില്ല, റെലവൻ്റ് അല്ല ഇപ്പം ഞാൻ. അപ്പോൾ ഗാന്ധിജി പറയുവാണ് അതാ നല്ലത്. എന്നുവെച്ചാൽ ഈ കവിതയുടെ ഓണസ്റ്റി ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഗാന്ധിജി പറയുവാണ്, നീ സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, നിൻ്റെ ഓണസ്റ്റിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ സാൻസ്ക്രിറ്റ് വേർഡ്സിലൊന്നും സംസാരിക്കണ്ട. സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര എലീറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അല്ലേ, ഓർഡിനറി പീപ്പിൾ മനസ്സിലാവാത്ത ലാംഗ്വേജ് ആണ്. അപ്പോൾ ഗാന്ധിജി അഡ്വൈസ് ചെയ്യാണ്, സിമ്പിൾ ലാംഗ്വേജിൽ സംസാരിച്ചാൽ മതി. എന്നിട്ട് പറയുവാണ്, നീ ഫീൽഡിലോട്ട് പോകൂ, എന്നുവെച്ചാൽ ഫാമിംഗ് ഫീൽഡിലോട്ട് പോകൂ. എന്നിട്ട് പെസൻസിൻ്റെ സ്പീച്ച് നീ കേൾക്കാൻ പറയുവാണ്. എന്നുവെച്ചാൽ പെസൻസിൻ്റെ സ്പീച്ച് എന്ന് പറയുമ്പോൾ കവിത ഫാമേഴ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും വില്ലേജേഴ്സിൻ്റെയും അല്ലെങ്കിൽ കോമൺ പീപ്പിളിൻ്റെയും ലൈഫ് കേട്ട് പഠിക്കൂ, അവരുടെ ഭാഷ പഠിക്കൂ എന്ന് കവിതയെ ഉപദേശിക്കുവാണ്, ഗാന്ധിജി ഉപദേശിക്കുവാണ്. അപ്പോൾ പോയം എന്ത് ചെയ്തു, ഈ ഒരു അഡ്വൈസ് സ്വീകരിച്ചിട്ട് ഒരു ഗ്രെയിനായിട്ട്, ഒരു ധാന്യമണിയായിട്ട് ട്രാൻസ്ഫോം ചെയ്യുവാണ്. അപ്പോൾ ഈ ഗ്രെയിൻ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഫീൽഡിൽ പോയി ഈ ഗ്രെയിൻ അവിടെ വെയിറ്റ് ചെയ്യുവാണ്, ഫാമേഴ്സ് വരാൻ വേണ്ടി, ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ കവിത അഗ്രികൾച്ചറൽ ലൈഫിൻ്റെ ഭാഗമാകാൻ വേണ്ടി അല്ലെങ്കിൽ ഓർഡിനറി പീപ്പിളിൻ്റെ ലൈഫിൻ്റെ ഭാഗമാകാൻ വേണ്ടി ആ ഫീൽഡിൽ പോയി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടി, ഫാമറിന് വേണ്ടിയും അതുപോലെ തന്നെ മഴയ്ക്ക് വേണ്ടി. എന്ന് വെച്ചാൽ അവിടെ പൊട്ടിക്കിളിക്കാൻ, വെച്ചാൽ പുതിയ ബിഗിനിങ്സിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോയട്രിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കവിത എന്ന് പറയുന്ന സൊസൈറ്റിയെ സെർവ് ചെയ്യുന്നതായിരിക്കണം, ഓർഡിനറി പീപ്പിളിന് വേണ്ടി സംസാരിക്കുന്നതായിരിക്കണം, റിയൽ ലൈഫിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കണം കവിത. പിന്നെ ഇതിനകത്ത് ഗാന്ധിയുടെ ആ ഫിലോസഫിയെക്കുറിച്ചും പറയുന്നുണ്ട്, സിംപ്ലിസിറ്റിയെക്കുറിച്ചും ട്രൂത്തിനെക്കുറിച്ചും ഇക്വാളിറ്റിയെക്കുറിച്ചും. അതുപോലെ തന്നെ ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ കുറിച്ചും ഇവിടെ സംസാരിക്കുന്നു, മറന്നു പോകരുത്. അതായത് നമ്മൾ മാനുവൽ വർക്ക് ഉണ്ടല്ലോ, അതിനെ ഭയങ്കര ഡിവൈനായിട്ടാണ് ഗാന്ധിജി ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പോയം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പോയട്രി എങ്ങനെയാണ് മാറ്റം, ഒരു ഡെക്കറേറ്റീവ് ആർട്ടിൽ നിന്ന് ഒരു ലിവിങ് ഫോഴ്സായിട്ട് ഇവിടെ ലാസ്റ്റ് മാറുവാണ്, സോഷ്യൽ ചേഞ്ചിന് വേണ്ടി മാറുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ, മറന്നു പോകരുത്. കവിതയെ ഒരു ഹ്യൂമൻ വിസിറ്ററായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്.
അല്ലേ, ആ ഒരു ക്വാളിറ്റി, ഹ്യൂമൻ്റെ ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതും ഒരു ഡയലോഗിൻ്റെ രൂപത്തിലാണ്, കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് പോയട്രിയുടെ രൂപത്തിലാണ് ഇതും എഴുതിയിരിക്കുന്നത്.